നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സമയത്രേ 9 മണിയായോ? നീതിയും ഗൗതം പൂജയ്ക്ക് പോയിട്ടുണ്ടാവോ? ഇന്നും പൂജ നടക്കോ? ആ പൂജ നടക്കാൻ പാടില്ലല്ലോ. അത് നടക്കാനാണെങ്കിൽ ഞാനെന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നേ? ആ പൂജ മുടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് ചെയ്യണം. शिवाय नागभूषणकरणाय आनन्दताण्डवगणनाय शम्भो शङ्करा. ॐ नमः शिवाय नागराजेश्वरा शिव शिवा. ഇന്ന് 2ാം ദിവസമാ ശിവദീപം. ദീപം ഒഴിയുമ്പോ അത് അണയരുത്. അണഞ്ഞാൽ പൂജയുടെ ഫലമില്ലാതാകും. ഒഴിഞ്ഞോളൂ. പൂജ മുടങ്ങാതെ നടക്കാണല്ലേ? ഇന്നലെ മുടക്കാൻ കഴിയാത്ത പൂജ ഇന്ന് മുടക്കണം. എന്ത് ചെയ്തിട്ടായാലും ആ മണികൾ അഴിക്കണം. എല്ലാവർക്കും ഒരു ഉന്മേഷക്കുറവ് കാണുന്നുണ്ടല്ലോ. ഇന്നലെ മുതല് ചെറിയ ക്ഷീണവും തളർച്ച ഉണ്ട് തിരുമേനി. പൂജ കഴിയുമ്പോ വല്ലാത്തൊരു ക്ഷീണമൊക്കെ തോന്നാറുണ്ട്. അത് സത്യം. ഞങ്ങൾക്കും ആ ഫീലുണ്ട് തിരുമേനി. ഇന്നലെ മുഴുവനും തലവേദനയായിരുന്നു. ഈ പൂജയെ പറ്റി ചിന്തിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. ഓരോ ദിവസവും എന്ത് പൂജയാണെന്ന് അറിയാൻ ആകാംക്ഷയായിപ്പോ. എല്ലാവർക്കും ഇങ്ങനൊക്കെ തോന്നുന്നത് എന്താ തിരുമേനി? പൂജക്കിടയിൽ ഇതെല്ലാം തോന്നേണ്ടത് തന്നെയാ. നമ്മളെ ബാധിച്ചിരിക്കുന്ന കാലദോഷങ്ങൾ മാറുന്നതിന്റെ ലക്ഷണമാണ്. ഇന്നത്തെ പൂജ കഴിഞ്ഞു. ഇനി നാളെ ഇതേ സമയം ഇതേ മുഹൂർത്തം തെറ്റാതെ വന്നോളുക. തിരുമേനി, ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. പോയി വന്നോളുക. ശരി.
രവീന്ദ്ര, ഇത് ശിവതീർത്ഥമാ. ഇതിവിടെയും ഇങ്ങോട്ടുള്ള വഴികളിലും തളിക്കുക. ദുഷ്ടശക്തികൾ പ്രവേശിക്കില്ല. ചെയ്തോളം തിരുമേനി. ശംഭൂ മഹാദേവ. ആ മണികൾ അഴിച്ചു മാറ്റിയ പൂജ മുടങ്ങും. അയാൾ അവിടെ ഉള്ളപ്പോ എങ്ങനെ അവിടെ കയറി മണികൾ അഴിക്കും? ഇതാ പറ്റിയ അവസരം. എടി നിധി, നിന്റെ ഗൗതമന്റെ പൂജ ഇവിടെ വെച്ച് മുടങ്ങാൻ പോവാ. ഇതിൽ നിധിയും ഗൗതവും കെട്ടിയ മണികൾ ഏതാണെന്ന് അറിയാൻ കഴിയുന്നില്ലല്ലോ. എല്ലാം അഴിച്ചെടുക്കാം. മണി അടിച്ചു മാറ്റിയതോടെ നിധിയുടെയും ഗൗതമിന്റെയും പൂജ മുടങ്ങിയല്ലോ. അവരുടെ മഹാശിവലിംഗ പൂജ ഇനി തുടർന്ന് നടക്കില്ല. നടക്കരുത്. നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഡ്രൈവർ, ഒന്ന് വേഗത്തിൽ വിടൂ. വേഗത്തിലാ മേഡം പോകുന്നത്. ഇതിൽ കൂടുതൽ സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല. താമ്പിനം എങ്ങനെയെങ്കിലും ഓടിക്കും.